നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിൽ വെള്ളയപ്പം അങ്ങാടിയിലാണ്. വെള്ളയപ്പം അങ്ങാടിയിൽ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ തിരക്കുകളുടെ നാളിലാണ്. ഇന്ന് നമ്മൾ പോകുന്നത് വെള്ളയപ്പം അങ്ങാടിയിലെ വെള്ളയപ്പത്തിൻ്റെ കഥ തേടിയുള്ള യാത്രയിലേക്കാണ്. വെള്ളയപ്പം അങ്ങാടിയുടെ ചരിത്രം ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ചെറിയ തോതിൽ വീടിനുള്ളിൽ വെള്ളയപ്പം കച്ചവടത്തിന് തുടക്കം കുറിച്ച പൂർവികരുടെ യുവതലമുറയാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം നടത്തുന്നത്. എത്ര നാളായി ഈ കച്ചവടം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ 18 വർഷത്തോളായി. ഇവിടെ ജനിച്ചു, ഇവിടെ വളർന്നു, ഇത് തന്നെ പണി. ഇപ്പം ഇവരുടെ ഇങ്ങനെ തലമുറയായിട്ട് കൈമാറി വരുന്ന ഇതിനെങ്ങനെയാ നോക്കി കാണുന്നത്? ഇവര് അമ്മ ചെയ്തിരുന്നു, അതിനുശേഷം മോള് ചെയ്തു, ഞാൻ സഹായിച്ചു. അത്ര മാത്രം. ഈസ്റ്ററിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് എന്താണെന്ന് മനസ്സിലാവും. പൂരം പോലെയാ, വഴിയൊക്കെ ബ്ലോക്കാവും ആൾക്കാർ വന്നിട്ട് സാധനം വാങ്ങാൻ. നേരത്തെ ഓർഡർ തരുമോ? നേരത്തെ ഓർഡർ തരും, അവർക്ക് തന്നെ കൊടുക്കാനുണ്ടാവുള്ളൂ. പിന്നെ അത് ആയതിന് ശേഷം പുറത്തേക്ക് കൊടുക്കുള്ളൂ. ചേച്ചി എന്ന് പണ്ട് കാലത്ത് വീടും കടയൊക്കെ അടുത്തായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവരും എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. മക്കളൊക്കെ വലുതായിപ്പോൾ ഒക്കെ എടുക്കാനൊക്കെ ഒരു സൗകര്യത്തിന് ഞങ്ങളെല്ലാവരും മാറിയെന്നുള്ളൂ. ചിലവർ ഇവിടെ തന്നെ താമസിക്കുന്ന എപ്പോഴും, ഞങ്ങൾ മാറിയെന്നു മാത്രം. ഇപ്പോൾ രാവിലെ എത്ര മണിക്ക് എണീക്കും? അനുസരിച്ച്, അതായത് ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു 6 മണിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 4 മണി തൊട്ട് ചെയ്യും, അല്ലെ 5 മണിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 3 മണി തൊട്ട് ചെയ്യും. അതങ്ങനെ ഓർഡർ നമുക്ക് എന്താണ് കിട്ടണത് അതിനനുസരിച്ച് നമ്മൾ എനിക്കും. എന്തായാലും 5 മണി തൊട്ട് ഇവിടെ തുറക്കും, പുലർച്ചെ 5 മണി തൊട്ട് ഇവിടെ പോകും. തലമുറയുടെ ഒരു പാരമ്പര്യം തന്നെയാണ് ഇവരിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ക്രിസ്മസ് വരികയാണ്, വെള്ളയപ്പങ്ങാടിയിൽ വീണ്ടും തിരക്കേറുകയാണ്. 3 അമ്മച്ചിമാർ ആരംഭിച്ച കച്ചവടം ഇന്ന് ഈ തെരുവിൽ 12ഓളം വീടുകളിലായി വെള്ളയപ്പം വിൽക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെയാണ്. കുഞ്ഞിലെ തൊട്ട് ഇവിടെ തന്നെയാണ്. അങ്ങനെ കല്യാണം കഴിച്ചു പോയി, പിന്നെയും തിരിച്ച് ഇവിടേക്കാണ് വന്നു ചെയ്യാനായിട്ട്. ഇപ്പം പപ്പയമ്മയൊക്കെ ഇതിൽ തന്നെയാണ്. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് പഠിച്ചതാണ്. അമ്മാമ്മയുടെ സമയത്തുള്ള പണിയാണിത്. വെള്ളയപ്പങ്ങാടി ഫേമസ് ആണ്. അതിനകത്ത് അമ്മച്ചിമാരിങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇങ്ങനെ ഉണ്ടാക്കി ഇരിക്കുന്നതും ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ ഒരു രീതിയിലേക്ക് വളർന്ന് ഇപ്പോൾ 2023 എത്തി കൊച്ചുമക്കൾ വരെ തുടരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം എങ്ങനെയാണ് നോക്കി കാണുന്നത്? അന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പട്ടിണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പം തുടങ്ങിയത് 3 അമ്മാമ്മമാർ കൂടി തുടങ്ങിയതാണിത്. ആ ഒരു അമ്മാമ്മയുടെ പേരക്കുട്ടിയാണ് ഞാൻ. ഇപ്പം അതിൽ നിന്നൊക്കെ മാറ്റം വന്നു, എല്ലാവരുടെയും ദാരിദ്ര്യമൊക്കെ ഇപ്പോൾ മാറി. എന്നാലും ഇപ്പം അതങ്ങനെ തുടർന്ന് അങ്ങനെ പോണു, മാറി ആ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു തൊഴിൽ അങ്ങനെ കൊണ്ടുപോകണു, അങ്ങനെ തുടർന്ന് കൊണ്ടുപോകണു. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ മൺചട്ടിയിലുണ്ടാക്കിയിരുന്നത്, കരിയൊക്കെ ഇട്ടിട്ട് മൺചട്ടിയിലുണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ എല്ലാവരും മാറി, കാലം മാറിപ്പോൾ ഗ്യാസിന്മേയി ഇപ്പോൾ എല്ലാവരും. ഇപ്പോൾ എത്ര സ്റ്റവ് ഒരുമിച്ച് യൂസ് ചെയ്യും? അതിപ്പോൾ ഒരാൾ 7 8 ഒക്കെ ഒരുമിച്ച് ചെയ്യാം. വെള്ളയപ്പങ്ങാടിയിൽ ലഭിക്കുന്ന വെള്ളയപ്പത്തിന്റെ തനത് രുചിക്ക് പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന രഹസ്യ പാചകക്കുറിപ്പാണ്. മിക്ക കടകളിലും കരിയും കളിമണ്ണും ഉപയോഗിച്ചുള്ള അടുപ്പാണ് അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിനു പകരം ഗ്യാസ് സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത്. വെള്ളയപ്പം കൂടാതെ അച്ചപ്പം, വട്ടയപ്പം, ഉണ്ണിയപ്പം, കുഴലപ്പം എന്നിവയും പല കച്ചവടക്കാരും വിൽക്കുന്നുണ്ട്. ഒരു ചെറുകിട കച്ചവടം എന്ന നിലയിൽ ആരംഭിച്ചത് തൃശ്ശൂരിലെ ഒരു തെരുവ് മുഴുവൻ വെള്ളയപ്പത്തിന്റെ പേരിൽ ഇന്ന് അറിയപ്പെടുന്നു. ഈ സ്വാദ് തേടി നിരവധി ആളുകളാണ് ഈ തെരുവിൽ ഇന്ന് ഒഴുകിയെത്തുന്നത്. ചേട്ടൻ എത്ര നാളായി ഇങ്ങനെ വെള്ളയപ്പങ്ങാടി വന്നിട്ട് അപ്പമൊക്കെ മേടിക്കുന്നു? ഞങ്ങൾ തൃശ്ശൂർ പൂരം കഴിയുമ്പോൾ സാമ്പിൾ പഠിക്കിട്ട് കഴിയുമ്പോൾ ഫുഡ് പഠിക്കാൻ വരുന്ന സ്ഥലമാണ് വെള്ളപ്പങ്ങാടി. ഒരിക്കലും മറക്കാൻ പറ്റില്ല, തൃശ്ശൂർക്കാരൻ നൊസ്റ്റാൾജിയാണ്. എന്താ അത്ര നൊസ്റ്റാൾജി വരാനുള്ള കാരണം? ഈ വെള്ളപ്പം നമുക്ക് എത്ര വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല. വെള്ളപ്പം മേടിക്കണമെങ്കിൽ ഇവിടെ തന്നെ മേടിക്കണം. നമ്മൾ എന്ത് കൂട്ടിയിട്ടും കാര്യമില്ല, സൂപ്പർ. വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും ഇതേപോലെ ആകുമോ? എത്ര കൂട്ടിയാലും വെള്ളപ്പങ്ങാടി അവർ രഹസ്യം പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും ചേച്ചി? തന്നെ വീട്ടിലാണ് ഇതേ കണ്ട അരി ഞങ്ങൾ കഴുകി പൊടിപ്പിക്കണത്. ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ അരി വാങ്ങിച്ചാൽ ഞങ്ങൾക്കും ശരിയാവില്ല. പൊടി വാങ്ങിച്ചാൽ ഞങ്ങൾ തന്നെ ഏറ്റവും വലിയ വില കൂടിയ അരിയെ വാങ്ങിക്കുക. അത് വാങ്ങിച്ച് ഞങ്ങൾ തന്നെ കഴുകി പൊടിപ്പിക്കാൻ കൊടുത്ത്, വേറെ ഒറ്റ മിക്സും ഇല്ല, കൂട്ടൊന്നുമില്ല, അരിപ്പൊടി മാത്രം ഉള്ളതില്ലേ പഞ്ചസാരക്കിട്ട് കുഴച്ച് വയ്ക്കും, ചൂടുള്ളതിൽ കുഴച്ച് വയ്ക്കും, മാത്രം. അവർക്ക് ശരിയാവാത്ത പൊടിയുടെ മാറ്റം കൊണ്ടാണ് അവർക്ക് ശരിയാവാത്തത്. ചേച്ചി ഇവിടെ തൃശ്ശൂരുകാർക്ക് ഏറ്റവും പരിചിതമുള്ള ഒരു മുഖമാണ്, പ്രത്യേകിച്ച് ഈ വെള്ളയപ്പത്തിന് പിന്നിൽ. ഇവിടെയുള്ള എല്ലാവരും പറയുന്നത്, എല്ലാവരും ഉണ്ടാക്കുമ്പം ഇവിടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഭാഗം
ഭയങ്കരമായിട്ട് പൊന്തി നിൽക്കുന്ന. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് വെള്ളയപ്പങ്ങാടിയിലെ വെള്ളയപ്പത്തിന് മാത്രമേ 100 ഉണ്ടാക്കിയാലും 100 ഒരേ അച്ചി വാർത്ത പോലെ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നത്. അതേപോലെ ഈ സോഫ്റ്റ്നെസ്സും ഒരു വെള്ളയപ്പം പോലും ഇങ്ങനെ നമുക്ക് എടുത്താൽ ഇങ്ങനെ താന്നു പോകുന്ന രീതിയിലുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കഴിച്ചു നോക്കിയാലും അതേപോലെ തന്നെ 100% നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, അത്രയ്ക്ക് നല്ലതാണ്. ഇപ്പോൾ തലമുറയായിട്ട് കൈമാറി വരുന്ന കൂട്ടും അതേപോലെ തന്നെ പേരും പെരുമയുമുള്ളതാണ് വെള്ളയപ്പങ്ങാടിയിലെ വെള്ളയപ്പം. ക്യാമറാമാൻ ആഷിഖിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ഷക്കീന ന്യൂസ്, തൃശ്ശൂർ.